ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് മഴക്കാലത്തൊക്കെ കുറിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ടാണോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്താണെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ നല്ലവണ്ണം കഴുകിയിട്ട് ഇതിൻ്റെ കുരുവൊക്കെ ഇതേപോലെ ഒന്ന് റിമൂവ് ആക്കി എടുക്കണം. ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കുരു നീക്കം ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഇതിന് മുകളിലുള്ള ഈ ഭാഗവും എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഈത്തപ്പഴം എടുക്കാം. ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുള്ളൂ. നമുക്കിതിനൊന്ന് കഴുകിയിട്ട് ഇതിനെ കുരുവൊക്കെ നീക്കം ചെയ്തിട്ട് വരാം. അതാ ഞാനങ്ങനെ കുരുവൊക്കെ കളഞ്ഞിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ബദാമാണ്. ഇത് ഓപ്ഷനിലാണ്, ഇതന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പീനട്ട് ഉണ്ടെങ്കിൽ പീനട്ട് വെക്കാം, ഇല്ല കാഷ്നട്ട് വെക്കാം. ഇത് വെക്കുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് വെച്ചാൽ ഒന്നും കൂടി നല്ലൊരു റിച്ച് ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് ഒരു ബദാം ഒന്ന് ഇതിൽ വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ക്ലോസ് ആക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ ഓരോന്നിൻ്റെയും അകത്ത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിന് പകരം ഞാൻ പറഞ്ഞു പീനട്ട് വെക്കാം, ഇല്ലെങ്കിൽ കാഷ്നട്ട് വെക്കാം കേട്ടോ. അങ്ങനെ ഇതില്ലേലും കുഴപ്പമില്ല. അങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ എല്ലാത്തിലും ബദാം ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്കതവിടെ മാറ്റി വെക്കാം. നമുക്ക് ആവശ്യമുള്ളത് അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ്. ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന പൊടി ഉണ്ടല്ലോ, അതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് അരക്കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലൊട്ടും തന്നെ ഞാൻ മധുരം ചേർക്കുന്നില്ല, കാരണം ഈത്തപ്പഴത്തിന് തന്നെ നല്ല മധുരം ഉണ്ടല്ലോ. അപ്പോൾ മധുരം ഇല്ലാതെയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഉപ്പ് ചേർത്തതിന് ശേഷം എല്ലായിടത്തും ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു കട്ടിയുള്ളൊരു ബാറ്ററാക്കി മാറ്റാം. വെള്ളം കൂടിപ്പോകരുത്. കുറേശ്ശെ ഒഴിച്ചിട്ട് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം. സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടോ നിങ്ങൾക്ക് കലക്കിയെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഇപ്പം ഞാൻ ഇവിടെ പറയുന്നില്ല, ഓരോ പൊടിക്കും ഓരോ അളവായിരിക്കും. നമുക്കൊരു കട്ടിയുള്ളൊരു ബാറ്ററാക്കി മാറ്റാം കേട്ടോ. അങ്ങനെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല കട്ടിയിൽ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ള് ചെറിയ ജീരകം, നല്ല ജീരകം, ഈ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. എനിക്കിതിൻ്റെ നല്ല ഫ്ലേവർ ഇഷ്ടമായതിൻ്റെ പേരിൽ ഇത് പൊടി ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കാം. നമുക്ക് ആവശ്യമുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസ് ബ്രെഡിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഉണ്ടാവുമല്ലോ, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈഡ് ഭാഗവും കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഏതെങ്കിലും ഒരു ഡബ്ബയിൽ ഫ്രിഡ്ജിനകത്ത് വെച്ച് ചേർത്താൽ എത്ര കാലം വേണമെങ്കിലും നമുക്കങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ നിന്ന് ഇപ്പോൾ ഞാൻ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ വെച്ചിട്ടുള്ള ഈത്തപ്പഴം ഇതിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചുറ്റിലൊന്ന് മുക്കി കൊടുക്കണം ബാറ്ററിലോട്ട്. അതിനുശേഷം നമുക്ക് ഈ ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കൈ വെച്ചിട്ട് പതുക്കെ ഇതിന് മുകളിലോട്ടും ചുറ്റിലായിട്ടൊന്ന് ആക്കി കൊടുക്കാം. പിന്നെ ഈ ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ റസ്ക് ഉണ്ടെങ്കിൽ റസ്ക് പൊടിച്ചാലും മതി കേട്ടോ. അങ്ങനെ നമുക്ക് ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനെല്ലാം ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം ഓയിൽ ചൂടാക്കാൻ വെക്കണം. കൂടുതലൊന്നും വേണ്ട, ഒരല്പം മാത്രം മതി. നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് തീ അല്പം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്ക് തീ അല്പം കൂട്ടിക്കൊട്ടിട്ട് നല്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്ത് കോരാം. കണ്ടല്ലോ, നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഞാൻ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. തീർച്ചയായും മഴക്കാലത്ത് കഴിക്കാം, കട്ടൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു സ്നാക്കാണ്. ഹെൽത്തി ആണല്ലോ, അകത്ത് ഈത്തപ്പഴം ബദാമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാലും അടുത്തുള്ളവർക്കൊരു ഷെയറും ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലത്തെ ഈസി റെസിപ്പികൾ ഒത്തിരി ഉണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് ചാനൽ കണ്ടു നോക്കണേ.